ഒരുത്തിന് ഒരു 200 രൂപ ഗൂഗിൾ പേ അയച്ചിട്ട് അവിടെയും കിട്ടിയിട്ടില്ല, ഇവിടെ നിന്നും പോയി. ഇതിപ്പോ ആരോടും മെസ്സേജ് കൊണ്ട് ഇതിപ്പോ കുറച്ച് നാളായിട്ടോ ഈ കളി തുടങ്ങിട്ട് ഈ റേഞ്ച് ഇല്ലാത്ത ഈ കണക്ഷൻ മാറ്റണം. കാശ് മേടിക്കലെന്നല്ലോ. ഇതാ വന്നല്ലോ. എന്താ വൈകി? ഞാനേ വേറെ പരിപാടി ഉണ്ടായി. ഇത് ആരെനിക്ക് ഈ മുടിയൊക്കെ നെയ്ത് തരുന്നേ? നമ്മളിപ്പോഴത്തെ ട്രെൻഡല്ലേ ഇത്? അതെ, അത് ആര് ചെയ്തു തരുന്നേ? ഈ ഒറ്റക്ക് ചെയ്യാ? അല്ല, നമ്മളെ ബാർബർ ലക്ഷ്മണേട്ടനുണ്ടല്ലോ, ലക്ഷ്മണ നമ്മുടെ ഫ്രണ്ടാണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ഇതിനെന്തിനാ പൈസ കൊടുക്കണ? മുട്ടനാടിനെ പോലെ ആക്കാൻ. അല്ല, നല്ല പണിയുണ്ടേ. ബാർബർ ലക്ഷ്മണേട്ടന് പണി പറയുമ്പോ ഞാൻ ആ കസേരയിൽ പോയിരിക്കും. അത് ശരി. പിന്നെ ഓല മടി നന്നായിട്ട്, അപ്പൊ ഈ മടഞ്ഞിട്ടിട്ട് അടിപൊളിയാക്കും. അത് ശരി. ഇതൊരു കാര്യം അറിഞ്ഞോ? ഇല്ല. ഇവിടെ മണ്ടോതിരി ഡിവോഴ്സ് ആയിത്രേ. എങ്ങനെ ആവാതിരിക്കും? ഈ അവനിട്ടുണ്ട് കൊണ്ടാവും ഇവിടെ സഹിക്കാൻ പറ്റാതെ. എന്താ ചാടാവള്? ഈ പഞ്ചായത്തിലുള്ള സകലമാന ലൈറ്റും കത്തുന്ന ഇവളുടെ പവർ കൊണ്ടാ വിചാരിക്കും. ആലോചിച്ചോക്ക്. ആ ജാതിയ മുതലേ എന്തോ KCB-ല് പേരിനൊരു ജോലിയുണ്ട്. എല്ലാരും പോള നോക്കിട്ട് നടക്കണം നമ്മളുടെ വിചാരം. 2 ദിവസം കുളിക്കാതെ ഒന്ന് നിന്നാ കാണാ കോലം. ഞാനൊരു സത്യം പറയട്ടാ, ഈ മണ്ടോതിനാ എനക്ക് വേണ്ടി അന്വേഷിച്ചു. ആര്? ഞാനല്ലാണ്ട് പിന്നെ എനക്കാരും അന്വേഷിക്കുന്നു. പക്ഷേ ഓളെ അച്ഛൻ സുഗതൻ എന്താ പറഞ്ഞറിയാ, ഓളെ വെറുതെ വിട്ടാലും നിനക്ക് കഴിച്ചില്ല, ഞാൻ കടലിൽ കെട്ടിത്താത്ത തന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഏത് അച്ഛന്മാരായാലും പറയാ എന്നെ കണ്ടാല്. പക്ഷെ മണ്ടനാണ് അയാള്. ഇവിടെ കടലിൽ ഇവിടെ കായലും പോയല്ലേ. ശരിയാ. പക്ഷേ പുക വീട്ടാനുള്ളതാണ്. എന്താ നീ കെട്ടാൻ പോണ? അല്ല, ഞാൻ വീട്ടി. ഓളെ കല്യാണ തലേന്ന് ഓളെ വീട്ടിൽ പോയി 2 ബിരിയാണി വെച്ചു. അതും പോരാ, എന്റെ കല്യാണത്തിനന്ന് നന്നായിട്ട് പായസം ചോറും കഴിച്ചു. അപ്പൊ ഉണ്ണി, എന്തായാലും സൂതേട്ടൻ നിന്നെ അന്വേഷിച്ചു വരും. അവളെ ഇപ്പൊ ഈ സ്ഥിതിക്ക് നിനക്ക് കെട്ടിച്ചു തരാൻ ചെയ്യും. എന്റെ പട്ടി കഴിക്കും. അതിനൊന്നും പറഞ്ഞു വരണ്ട, ഞാൻ അതിനെ കണ്ട് ഇഷ്ടപ്പെട്ട അന്നെ ഒഴിവാക്കും. ഉണ്ണി യോയാണ്, യങ്ങാണ്. അതേ, അവളിപ്പോ ഈ അവസ്ഥയിലായ ഒരു സമയത്തെ എന്നോടൊരു നൂല് വലിക്കണ്ട അവള്. വാട്സാപ്പിലൊരു മെസ്സേജ് എന്തായി എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം ലവ് ചിഹ്നമൊക്കെ ഞാൻ മൈൻഡ് ആക്കാനേ പോയില്ല. അങ്ങനെ വേണ്ടല്ല, അവള് നടക്കുമ്പോഴും ഇവിടെ ഇരുന്നേച്ച ആളുകളല്ലേ. ഇപ്പൊ അങ്ങനെ പിടുത്തം കൊടുക്കില്ല. അതേ, ഞാനൊരു രഹസ്യം പറയട്ടെ, ഒരാളോടും പറയാൻ നിൽക്കരുത്. രഹസ്യം പിന്നെ എങ്ങനെ പറയാ? അല്ല, വേണ്ട, പരദൂഷണം പറഞ്ഞുണ്ടാക്കിയെന്ന് പറയും. ചങ്ങായിള്ള കാര്യം തന്നെ. എന്താ? അതേ, ഇവളൊരാളെ കണ്ടെത്തി കല്യാണം കഴിച്ചല്ല, ഓവർസീറിനാ. ഈ ഓവർസീറിന് അവിടുത്തെ ഒരു ക്ലർക്കായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായി. ഇവക്കാണെങ്കിൽ വേറൊരു ഉദ്യോഗസ്ഥനായിട്ടും 4 കൂടി കിടന്ന് പിണഞ്ഞ് മെഴുകി നാറിയിട്ടാണ് അവൻ ഇട്ടുകൊണ്ട് പോയത്. പിന്നെ ഒരു 5-10 കൊല്ലമല്ലേ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ അവൻ ആഗ്രഹം ഉണ്ടാവൂലേ? ഇവളെന്ത് ചെയ്താ സമ്മതിക്കൂല. വലിയ കാലമാണോ? വലിയ കാലല്ലാന്ന്, കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവൾക്ക് പ്രസവിക്കാൻ പറ്റൂല, വയസ്സായി പോവല്ല. ഞാനിപ്പോ ടെസ്റ്റ് ശിശുവിന്റെ പദ്ധതി ഉണ്ടല്ലോ. എടാ, അത് അവര് കുടുംബമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമല്ലേ, നമ്മൾ പീഡിയത്തിനാലിരുന്നാണ് അത് തീരുമാനിക്കണം. ഹലോ, എന്നെ അതെ, ആരും പോലും ഇല്ലാതെ ഐ ലവ് യു പറയാൻ വിളിക്കണ്ടാ. ചെല്ലടാ, എന്തിന് ഭാര്യനെ കിട്ടൂല മോളെ. ചെല്ലടാ, എന്താ കൊണ്ട കേടറിയാലോ. ചെല്ല് ചെല്ല് ചക്ക. എന്തേ? എന്താണ് വിളിച്ചത്? എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ആർക്കാന്നും പറഞ്ഞ മെസ്സേജ് എന്താ പണ്ടു കാണിക്കണം? താൻ ആർക്കാന്നും പറഞ്ഞ മെസ്സേജ് എന്താണ്? ഞാൻ എന്ത് ചെയ്ത്? അല്ല, തന്റെ വിചാരം എന്താ? ഒറ്റയ്ക്ക് താമസിക്കണ പെണ്ണുങ്ങളൊക്കെ മോശമാണെന്നാ? ആണാ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ വെറുതെ ഇരുന്നപ്പോ തന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ലേ? ഇല്ലേ? സ്ത്രീകളോട് ഇങ്ങനത്തെ മെസ്സേജാണ് താൻ അയക്കണത്? മേലാളുണ്ടാവൂല. അങ്ങനെ മേലാലുണ്ടാവൂലല്ല. അങ്ങനെ ചെയ്യാമോ? ചെയ്യാമോ? ഇനി മേലെ വല്ല മെസ്സേജും വിട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അത് പറ്റിപ്പോയതാണ്. പറ്റിപ്പോ
മേലാലുണ്ടാവൂല. മേലാൽ ഇനി ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നാണം കെടുത്തല്ലേ കൊണ്ട് പറ്റിപ്പോയി. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ആളാണ്. എനിക്കറിയാം. ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് വെച്ചോണ്ട് എല്ലാ പെണ്ണുങ്ങളെ താൻ ആ കണ്ണി കൂടെ കാണുമൊന്നും വേണ്ട. മേലാലുണ്ടാവൂല വണ്ടിയാവും. ആ ഉണ്ടാവരുത്. ഞാനത് ആ ചായ കുടിക്കണം. ചായ നിങ്ങളൊരു പണിയില്ലാതെ ഈ കടത്തിന് വന്നിരിക്കണ എന്തിനാണെന്ന് എനിക്കറിയാം. നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെയും പറ്റി അപവാദം പറയണം. അയ്യോ രണ്ടുപേരും അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഡിവോഴ്സായ സ്ത്രീകളെ കുറിച്ചൊക്കെ മോശമായിട്ട് ഇവിടെ ഇരുന്ന് പറയാന്ന് വല്ല ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേരും. അല്ല ഞങ്ങൾ ആ അങ്ങനെയല്ല, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഞാൻ ഈ പറയണത്. ഇനി ഇവിടുന്ന് ഒരാൾ എണീറ്റ് ഓടിയില്ലേ, ഉണ്ണിയാണ്. ആ അവൻ തിരിച്ചു വരുമ്പോ പറഞ്ഞേക്ക് മസനഗുടി വഴി ഊട്ടിക്ക് പോകാനേ അവൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. ഞാൻ പറയാം നിങ്ങൾക്ക് ഒഴിവില്ല. ഇനി മേല ഒരു മെസ്സേജ് എന്റെ ഫോണിൽ വന്ന അവൻ വിവരം അറിയുന്നു പറഞ്ഞേക്ക്. ആ അതുണ്ടായോ? അത് ഞാൻ പറഞ്ഞു. എന്താ പന്നെ കാണിച്ചോള്? അതെന്നെ അവള് വിളിച്ചിട്ട് പറഞ്ഞ് വെയിലത്ത് നടന്നിട്ട് ഇവിടെയൊക്കെ കറുത്ത പാടുകളെന്ന് പറഞ്ഞ് തൊട്ട് കാണിച്ചു തന്നാണ്. ഇവിടെയൊക്കെ ഉണ്ട്, ക്ലിയർ ചെയ്യണം അത്. അത് ഞാൻ കണ്ട്. ഈ എന്ത് മെസ്സേജ് അയച്ചു? ഈ മെസ്സേജ് അയച്ചോ? എത്ര അയച്ച്? 2 വാക്ക്. 2 വാക്കിനപ്പം ഇതൊക്കെ കിട്ടിയത്? ഇന്നലെ ഒരു 11:30 കഴിഞ്ഞപ്പോ അവള് ഓൺലൈനിൽ കണ്ടപ്പോ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചു. മതിയല്ലോ. അത് ശരി. പടച്ച റബ്ബേ, റേഞ്ച് ഇല്ലാത്ത ചില സമയത്ത് ഒരു അനുഗ്രഹം തന്നെ കേട്ടോ. എന്റെ മെസ്സേജ് പോയില്ല. അതെന്താ കോയക്കെ മെസ്സേജ് വിട്ടാവൂക്ക്? അല്ലടാ, ഞാൻ അങ്ങനല്ല. അങ്ങനത്തെ അല്ല. ഞാന് ഓളിങ്ങനെ ഒറ്റക്ക് ഇരിക്കാണല്ലോ. ഞാൻ പറഞ്ഞു ഈ ഏകാന്തത ബോറടിക്കുണ്ടോന്ന് മാത്രം ഞാൻ ചോദിച്ചു. അല്ല തെറ്റിദ്ധരിക്കാതെ മതി. അല്ല അപ്പൊ എന്ത് ധരിച്ചിട്ടാണ് കോയക്ക് അത് വിട്ടത്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, വെറുതെ ഇട്ടാണ്. പോയില്ല. അത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യ്. എവിടെ? അല്ല ഇത് ഏതിലാ അയച്ചത്? ഇൻസ്റ്റയില്. അതാ ഇത് റേഞ്ച് വന്നപ്പോ സെൻഡ് ആയിട്ടുണ്ടല്ലോ. ഇത് അവള് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്തതുകൊണ്ട് എന്റെ മുഖത്താവോ?